നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം മത്സരിക്കുന്നതിൽ ആശയക്കുഴപ്പം. ബി.ജെ.പി മത്സരിക്കേണ്ടതില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം തുടരണം എന്നുമാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട്. എന്നാൽ ജയിക്കില്ലെങ്കിലും മത്സരിക്കണമെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. ഇതേ അഭിപ്രായമാണ് എൻ.ഡി.എ ഘടകകക്ഷികൾക്കും ഉള്ളത്. അതേസമയം മണ്ഡലത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയ ബി.ഡി.ജെ.എസ് മത്സരിക്കട്ടെ എന്ന വാദമാണ് ബി.ജെ.പി നിലവിൽ ഉന്നയിക്കുന്നത്. ബി.ഡി.ജെ.എസ് മത്സരിച്ചേക്കുമെന്ന സൂചന നൽകി ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് സൂചന നൽകി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. പണവും സമയവും മുടക്കുന്ന അനാവശ്യ തെരഞ്ഞെടുപ്പാണിതെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന. ബി.ജെ.പി ലക്ഷ്യം വയ്ക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്നും സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. അതേസമയം തോറ്റുപോയാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന നിലപാടിലാണ് ബി.ജെ.പിയിലെ പ്രധാന നേതാക്കളടക്കം നിൽക്കുന്നത്. മത്സര രംഗത്ത് സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കണമെന്ന ആഗ്രഹം തന്നെയാണ് എൻ.ഡി.എ ഘടകകക്ഷികൾക്കും ഉള്ളത്. 7-8 മാസം ഭരണകാലത്തേക്കായുള്ള ഒരു തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പക്ഷം. ന്യൂനപക്ഷം കൂടുതലുള്ള പ്രദേശമാണ് നിലമ്പൂർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും അവിടെ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല. ബി.ഡി.ജെ.എസ് പോലുള്ള സഖ്യകക്ഷികളുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് പരിഗണിക്കുമെന്നും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ചതാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ ആരോപണം. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുകയാണെന്നും അതിനാൽ ആരെങ്കിലും ജയിച്ചാലും കേരളത്തിൽ ഒരു മാറ്റവും സൃഷ്ടിക്കാൻ കഴിയില്ലെന്നും ബി.ജെ.പി അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും വേണ്ടെന്ന അഭിപ്രായമാണ് ആദ്യം ഉണ്ടായിരുന്നതെങ്കിലും മാറി നിന്നാൽ വോട്ട് മറിച്ചെന്ന ആരോപണം ഉണ്ടാകുമെന്ന വാദത്തെ തുടർന്നാണ് നിലപാട് മാറ്റം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിച്ച ബി.ജെ.പിക്ക് 2016 ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥി നേടിയ വോട്ട് ലഭിച്ചിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ബി.ഡി.ജെ.എസ് ആകട്ടെ എന്ന വാദം ബി.ജെ.പി കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത്. ബി.ഡി.ജെ.എസ് ഇന്ന് അവരുടെ തീരുമാനം ബി.ജെ.പിയെ അറിയിക്കും. നിലമ്പൂരിന്റെ കാര്യത്തിൽ എൻ.ഡി.എ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എല്ലാ നേതാക്കന്മാരുടെ അഭിപ്രായം പരിഗണിക്കും. പാർട്ടി സ്ഥാനാർത്ഥി, എൻ.ഡി.എ സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി തുടങ്ങി പല മാർഗങ്ങളും മുന്നിലുണ്ട്. മത്സരിക്കാൻ വേണ്ടിയല്ല, ജയിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ എൻ.ഡി.എ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആദ്യം ബി.ഡി.ജെ.എസ് ചർച്ച ചെയ്യും, അതിനുശേഷമേ തീരുമാനമുണ്ടാവുകയുള്ളൂ എന്നും തുഷാർ വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. എന്തായാലും നിലമ്പൂരിൽ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പോടുകൂടി പി.വി. അൻവറാണ് ഇപ്പോൾ മറ്റൊരു പ്രശ്നമായി അവിടെ നിൽക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരണവുമായി കെ.പി.സി.സിയുടെ മുൻ പ്രസിഡന്റ് കെ. സുധാകരൻ രംഗത്ത് വന്നിരുന്നു. യു.ഡി.എഫുമായി അൻവർ സഹകരിച്ചു പോകുമെന്നാണ് കെ. സുധാകരൻ പറയുന്നത്. തൊട്ടട നടാലിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൻവറിന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്, അത് തൽക്കാലം അംഗീകരിക്കാനാവില്ല. യു.ഡി.എഫുമായി അൻവറിന് ഒരു പ്രശ്നവുമില്ലെന്നും സുധാകരൻ പറയുന്നുണ്ട്. ആര്യടൻ ഷൗക്കത്തെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അൻവറിന് നിരസം വന്നിട്ടുണ്ട്. എന്നാൽ അത് യു.ഡി.എഫുമായുള്ള അൻവറിന്റെ ബന്ധത്തെ പോറലേൽപ്പിക്കാൻ പോകുന്ന ഒന്നല്ല. തിങ്കളാഴ്ച രാത്രി അൻവറുമായി വിശദമായി സംസാരിച്ചിരുന്നു. അൻവറിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, സ്വാഭാവികമാണ്. ആര്യടൻ മുഹമ്മദിന്റെ മകനാണ് ഷൗക്കത്ത്. ആര്യടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറം മണ്ണിനെ ഇളക്കിമറിക്കുന്ന ഒന്നാണ്. ആ വികാരത്തിന്റെ പ്രതിപുരുഷനാണ് ഷൗക്കത്ത്. ഷൗക്കത്തിന് സ്ഥാനമാനങ്ങൾ നൽകുക എന്നത് ആര്യാടൻ മുഹമ്മദിന് നൽകുന്നതിന് തുല്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥാനാർത്ഥി നിർണയം. അൻവർ യു.ഡി.എഫ് മുന്നണിയുടെ ഭാഗമാകും. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും കെ. സുധാകരൻ പറഞ്ഞു.